ശക്തമായ കാറ്റിലും മഴയിലും ഇടുക്കി ചെമ്മണ്ണാറിൽ വീടിന് മുകളിലേക്ക് മരം വീണ് 3 വയസ്സുകാരിക്ക് പരിക്കേറ്റു. ചെമ്മണ്ണാർ ആറ്റിങ്ങൽ സതീഷ് ആര്യ ദമ്പതികളുടെ മകൾ ക്രിസ്റ്റിക്കാണ് പരിക്കേറ്റത്. മരം വീണതിനെ തുടർന്ന് വീടിന്റെ ഷീറ്റ് തകർന്ന് കുട്ടിയുടെ ദേഹത്ത് വീഴുകയായിരുന്നു. ജനസ് രാജു വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ജയൻ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? കുഞ്ഞിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? മാധു, രാവിലെ ഒരു 6 മണിയോട് കൂടിയാണ് ഈ അപകടമുണ്ടായത്. ഒരു വീടിന് സമീപത്ത് നിന്ന ഒരു കവുങ്ങ് അത് മറിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ആസ്പെറ്റോസ് ഷീറ്റിട്ട് മേഞ്ഞ വീടായിരുന്നു. ആ ഷീറ്റ് പൊട്ടിയാണ് ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് വീണത്. പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. കുഞ്ഞിപ്പോൾ രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജില്ലയിൽ പരക്കെ ശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്തത്. രാവിലെ അല്ല, രാത്രിയായിരുന്നു കൂടുതൽ ശക്തമായ മഴ ഉണ്ടായിരുന്നത്. മലയോര മേഖലയിലാണ് കൂടുതൽ മഴ പെയ്തത്. വിവിധയിടങ്ങളിൽ മരം ഓടിഞ്ഞു വീണ് ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെള്ളിയാങ്കുടിയിൽ ഒരു വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണിട്ടുണ്ട്. വീട് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. അതോടൊപ്പം തന്നെ രാമക്കൽമേടിന് സമീപം ഒരു തൊഴുത്തിന് മേളിലേക്ക് മരം മറിഞ്ഞു വീണിട്ടുണ്ട്. വാഗമൺ ഭാഗത്തേക്കുള്ള റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധയിടങ്ങളിൽ സമാനമായി ബിയൽറാം, ചിന്നക്കനാലിലെ ബിയൽറാം പറയുന്ന പ്രദേശത്തും മരം ഒടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശക്തമായ മഴ തുടരുകയാണ്. ജാഗ്രത പാലിക്കണം എന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിർമ്മാണം നടക്കുകയാണ്. വിവിധയിടങ്ങളിൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പുണ്ട്. മാധു.